മനസ്സാണ് പുന്നരമോളെ എന്റെ ഇളങ്കിളിയെ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ നിന്നെ കിടത്താനായി പെണ്ണെ ചന്ദനക്കട്ടിയുണ്ട് തരാട്ടുപാടി മെല്ലയുടക്കാൻ തരാടുപാട്ടുമുണ്ട് ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ കുട്ടനാടൻ പാടത്ത് പെണ്ണെ കച്ചമെടുക്കാനായി നിന്നെ കൂടെ കൊണ്ടുപോകാലോ എന്റെ ഇളക്കിളിയെ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ മന്ദാരക്കാവിലെ വേലപുരം കാണാം എന്തട കുഞ്ഞാനേ നമുക്കും പോകേണ്ടേ മന്ദാരക്കാവിലെ വേലപുരം കാണാം എന്തട കുഞ്ഞാനേ നമുക്കും പോകേണ്ടേ മകരക്കൊയ്ത്തു കഴിഞ്ഞ് മാനം തെളിഞ്ഞാലേ മന്ദാരക്കാവിലെ പൂരം കൊടിയേറും മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാനേ മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്നുടെ കൊണ്ടനോട്ടെ എന്നുടെ കുഞ്ഞാനേ മന്ദാരക്കാവിലെ കൊമ്പൻ കുരുത്തോല ആടിക്കളിക്കണുണ്ടേ കാവിലമ്മ ദേവിയെ ഞങ്ങളെ കാത്തോളും മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാനേ നമുക്കും പോകേണ്ടേ അടിയടി കാവുകളും തൊട്ടടുത്താണാലേ വേല ഇറക്കമുണ്ടേ രാവിലെ പോണെനിക്ക് മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാനേ നമുക്കും പോകേണ്ടേ എന്റെ കടക്കനും കഞ്ഞോട്ടാണ് നിന്റെ കടക്കനും കഞ്ഞോട്ടാൻ പിന്നെന്താ മുണ്ടച്ചി നമ്മള് തമ്മിൽ കണ്ടാമിന്ത്യാല് എന്റെ കടക്കനും കഞ്ഞോട്ടാണ് നിന്റെ കടക്കനും കഞ്ഞോട്ടാൻ പിന്നെന്താ മുണ്ടച്ചി നമ്മള് തമ്മിൽ കണ്ടാമിന്ത്യാല് എന്റെ കടക്കനും കണ്ണൂര് നിന്റെ കടക്കനും കൊന്ത്രമ്പല്ലേ പിന്നെന്താ മുണ്ടച്ചി നമ്മള് തമ്മിൽ കണ്ടാമിന്ത്യാല് എന്റെ കടക്കനും കൊന്ത്രമ്പല്ലേ നിന്റെ കടക്കനും കൊന്ത്രമ്പല്ലേ പിന്നെന്താ മുണ്ടച്ചി നമ്മള് തമ്മിൽ കണ്ടാമിന്ത്യാല് എന്റെ കടക്കനും തെങ്ങുമക്കേരും നിന്റെ കടക്കനും തെങ്ങുമക്കേരും പിന്നെന്താ മുണ്ടച്ചി നമ്മള് തമ്മില് കണ്ടാമിന്ത്യാല് എന്റെ കടക്കനും തെങ്ങുമക്കേരും നിന്റെ കടക്കനും തെങ്ങുമക്കേരും പിന്നെന്താ മുണ്ടച്ചി നമ്മള് തമ്മില് കണ്ടാമിന്ത്യാല് എന്റെ കടക്കനും കള്ളു കുടിക്കും നിന്റെ കടക്കനും കള്ളു കുടിക്കും പിന്നെന്താ മുണ്ടച്ചി നമ്മള് തമ്മില് കണ്ടാമിന്ത്യാല് എന്റെ കടക്കനും കള്ളു കുടിക്കും നിന്റെ കടക്കനും കള്ളു കുടിക്കും പിന്നെന്താ മുണ്ടച്ചി നമ്മള് തമ്മില് കണ്ടാമിന്ത്യാല് പിന്നെന്താ മുണ്ടച്ചി നമ്മള് തമ്മില് കണ്ടാമിന്ത്യാല് തെക്കും നല്ലത്ത് വാഴുന്ന പൊന്നു ഭഗവതിയെ ഞാനിടത്തൊന്നു കളി വിളയാടട്ടെ വടക്കും നല്ലത്തു വാഴുന്ന പൊന്നു ഭഗവതിയെ ഞാനിടത്തൊന്നു കളി വിളയാടട്ടെ പള്ളിവാളും ഭദ്രവട്ടകവുമായി നിൻ തിരുമുമ്പിൽ വന്നു കളി തുടങ്ങാൻ അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടി നല്ല
കളി കളി തുടങ്ങി. അങ്ങനെ അങ്ങനെ ഇനി ഞാനും മറന്നിടാം, നല്ല ചേലും മറന്നിടാം. മറന്നിടുക സ്ത്രീധന മുതലേ വേറെയുണ്ട്. അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ പടിഞ്ഞാറു നടയിൽ വാളാറു കല്ലറയിൽ ഏഴാറു വട്ടി വിത്തവിടെ കിടപ്പതുണ്ട്. അങ്ങനെ അങ്ങനെ അതിനെന്നും അരവട്ടി വിത്ത് അകത്തൊരു സ്ത്രീധനമായി തരിക വേണം വടക്കും കുലം വാഴും നല്ല പൊന്നച്ഛനെ. അങ്ങനെ അങ്ങനെ നല്ലൊന്നും വിത്തൊന്നുമല്ല എന്നോട് പൊന്നകളെ, ആ വിത്ത് അസുര വിത്തെന്നാണ് അതിന്റെ പേര്. അങ്ങനെ അങ്ങനെ കണ്ണുകൊണ്ട് നോക്കി നീയെ വിത്തെന്ന് പറഞ്ഞാലോ കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടിത്തെറിച്ചു പോകും. അങ്ങനെ കണ്ണുകൊണ്ട് നോക്കി നീയെ വിത്തെന്ന് പറഞ്ഞാലോ കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടിത്തെറിച്ചു പോകും. അങ്ങനെ നാവ് കൊണ്ട് ചൊല്ലി നീയെ വിത്തെന്ന് പറഞ്ഞാൽ നാവിന്റെ കടപ്പഴുത്ത് പറഞ്ഞു പോകും. അങ്ങനെ കൊണ്ട് ചൊല്ലി നീയെ വിത്തെന്ന് പറഞ്ഞാൽ നാവിന്റെ കടപ്പഴുത്ത് പറഞ്ഞു പോകും. അങ്ങനെ കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടാടി മോളെ കളിയും മോളെ ശ്രീകുന്ദ്രേ, ആ വിത്ത് അസുര വിത്ത് കൊണ്ടുവാ കൊണ്ടേടി ശ്രീകുന്ദ്രേ. ആ വിത്ത് മണ്ണത്ത് ചെന്നാൽ മനുഷ്യരെല്ലാം ആപത്താണ്, ആ വിത്ത് മണ്ണത്ത് ചെന്നാൽ മനുഷ്യരെല്ലാം ആപത്താണ്. അങ്ങനെ 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 പള്ളിവാല് ഭദ്രവട്ടകം കയ്യിലേത്തും തമ്പുരട്ടി നല്ല അച്ഛന്റെ തിരുമുണ്ട് ചെന്നു കളി കളി തുടങ്ങി. അങ്ങനെ അങ്ങനെ അമൃത കല്ലോലിനി വേദസ്വരൂപിണി രഞ്ജിനി നാദ ബ്രഹ്മത്തിൻ അമൃത കല്ലോലിനി വേദസ്വരൂപിണി രഞ്ജിനി സ്വാതി തിരുനാളിൽ സാമ്രാജ്യമോഹിനി സ്വാതി തിരുനാളിൽ സാമ്രാജ്യമോഹിനി ത്യാഗരാജന്റെ യോഗവിഹാരിണി നാദ ബ്രഹ്മത്തിൻ അമൃത കല്ലോലിനി വേദസ്വരൂപിണി രഞ്ജിനി ദേവഗന്ധർവ സുന്ദര ഗീതമേ നാഗമന്ദാകിനി സൗവർണ പദ്മമേ ദേവഗന്ധർവ സുന്ദര ഗീതമേ നാഗമന്ദാകിനി സൗവർണ പദ്മമേ ജ്ഞാന വിജ്ഞാന സംഗീതനാദമേ ത്യാഗരാജന്റെ യോഗവിഹാരിണി നാദ ബ്രഹ്മത്തിൻ അമൃത കല്ലോലിനി വേദസ്വരൂപിണി രഞ്ജിനി നവ്യഭാവ പ്രഭാവതി സുന്ദരി
ദിവ്യമാണിക്യ വീണ വിനോദിനി കാവ്യഭാവന കൽഹാര ശൂനമേ കാവ്യഭാവന കൽഹാര ശൂനമേ ദേവി സംഗീത ദേവതേ നാദ ബ്രഹ്മത്തിൻ അമൃത കല്ലോലിനി വേദസ്വരൂപിണി രഞ്ജിനി നാദ ബ്രഹ്മത്തിൻ അമൃത കല്ലോലിനി വേദസ്വരൂപിണി ഒരു മുത്തശ്ശി പൊട്ടു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് പച്ചക്കറിക്കായ തട്ടി ഒരു മുത്തശ്ശി പൊട്ടു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് വെള്ളരിപ്പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി പച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോർത്തു പിച്ചളടന്നു ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് അല്ലിമലർക്കാവിൽ പൂരം കാണാം അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെയൊരാൽ മരച്ചോട്ടിരുന്നു മാറിവിൽ ഗോപുര മാലിക തീർത്തു അതിനാമൊന്നായി ആടി പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാം അന്ന് നമ്മൾ പോയി രാവിൽ നിലാവിൽ ചിങ്കാരക്കിന്നാരം ചിരിച്ചു കുഞ്ചുന്ന മണിക്കുരുന്നേവ കുറുമ്പു ചുണ്ടത്തെ മണിപ്പതക്കം കുഞ്ഞിക്കുളിരം വിളിയേ ചെറുക്കും വിളിയേ മമ്മമ്മാവുണ്ട് നിന്നാരം കണ്ടു നിന്നാരിണിയായി ചിങ്കാര
ത്വദംഗേശ്വതിക സുമധുരം മുക്തിപാദാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാദാദേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ കാരുണ്യ സിന്ധോ ഋത്വാ നിശേഷതാപാന പ്രതിശതു പരമാനന്ദ സന്തോഹ ലക്ഷ്മി പ്രതിശതു പരമാനന്ദ സന്തോഹ ലക്ഷ്മി അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥക്ഷമേയ സ്ത്രോത്രം ചൈരസഹസ്രോത്തരം ദ്വപ്രസാദായ ഭൂയ ദ്വേദ നാരായണീയം ശ്രുതിസുജനുഷസ്തുത്യര വർണ്ണനീന സ്പീദം ലീലാവതാരൈരിദവിക ഗുരുദാ ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം. അപ്പൊ എല്ലാവരും ശ്രദ്ധ കഴിച്ചിരിക്കുക എന്നുള്ള കാര്യം അബൂകാക്ക നിങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ എന്തായാലും മലയാള സിനിമയിൽ നമ്മൾ അബൂകാക്കയെ കാണുന്നത്, മിക്ക സിനിമയിൽ നമ്മൾ കാണുന്നത് അടിവാങ്ങുക 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 എന്നുള്ളതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ പോലുള്ള വില്ലന്മാര് ഒന്ന് ശരിക്കൊരു ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ താരങ്ങളുടെയൊക്കെ കാര്യം പോക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് വില്ലന്മാരാണ് യഥാർത്ഥത്തിൽ നായകന്മാർ. കാരണം ഒരു സ്റ്റണ്ട് സീനൊക്കെ എടുക്കുമ്പോൾ അതിന് ഒരു ചെറിയൊരു മൂവ്മെന്റ് പാളിക്കഴിഞ്ഞാൽ കാര്യം പോക്കാം. അതൊക്കെ നമുക്ക് അബൂക്കോട് ചോദിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യം ഇവരോട് ചോദിക്കാം. അത് എല്ലാവർക്കും അല്ല, ഒരു 3-4 ആൾക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. കാരണം ഓണം എന്ന് പറയുന്നത് നമ്മളെ പോലെ ആൾക്കാർക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ സിനിമാ മേഖലയിലെ ആൾക്കാരൊക്കെ അധികം ലൊക്കേഷനൊക്കെയാണ് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഓണാഘോഷ കൈയടി കൊടുത്ത ഒരു കളർഫുൾ ഒരു നല്ല കൈയടി ബുക്കൊക്കെ. അപ്പൊ നമുക്ക് അബൂക്കയുടെ കുറച്ച് വാക്ക് കേൾക്കാം അല്ലേ? അപ്പം 2 വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ മൈക്ക് നൽകുകയാണ് മലയാള സിനിമയുടെ കരുത്തിന്. പ്രിയ സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട് പോലീസ് കുടുംബത്തിൽ അവരുടെ കുടുംബ സംഗമത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞതിന്. ഓണാഘോഷവും അതോടൊപ്പം പോലീസ് റെസിഡൻസ് അസോസിയേഷൻ്റെ കുടുംബ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. കലാപരിപാടികളും മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? കഴിഞ്ഞതാണോ ഇല്ലെങ്കിൽ ഉണ്ടോ? ഉണ്ട്. കലാപരമായിട്ടും കായികപരമായിട്ടും നമ്മുടെ കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രതിഭകളെ വളർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരവസരം കൂടിയാണിത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് മാത്രമല്ല കുടുംബസംഗമവും. പണ്ടുകാലത്തൊക്കെ കുടുംബ സംഗമത്തിൻ്റെ ആവശ്യമില്ല, കുടുംബമെല്ലാം ഒരുമിച്ചാണ് ജീവിച്ചിരുന്നത്. ഇന്നിപ്പോൾ അതല്ല,
മിക്ക വീടുകളിൽ പോയാലും അച്ഛനും അമ്മയും ഉണ്ടാവും, ബാക്കിയുള്ളവർ അവരുടെ ജോലി നോക്കി പല സ്ഥലങ്ങളിലുമായിരിക്കും. അപ്പോൾ കുടുംബ സംഗമം അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഇത് വിവിധ കുടുംബങ്ങളിലും കൂടുന്ന കുടുംബ സംഗമമാണിത്. എന്നാൽ ഒരു വീട്ടിൽ തന്നെ കുടുംബ സംഗമം വർഷത്തിൽ വെക്കേണ്ട അവസ്ഥയിലാണുള്ളത്.